പിന്നെ ഒരു കാര്യം, ഇനി മേലാൽ അതും ഇതും എന്നൊക്കെ പറഞ്ഞു കുമാരന്റെ വീടിന്റെ പരിസരത്ത് വല്ലതും ചെന്നാ? ഇല്ല ഇല്ല, എന്തിനു പോണം? എന്റെ കാശ് കിട്ടിയല്ലോ. ഞങ്ങള് പലിശക്കാർക്ക് അങ്ങനെയൊന്നുമില്ല. മുതലും പലിശയും തിരിച്ചു കിട്ടിയാൽ മതി. നമ്മൾ രണ്ടുപേരും ചതിക്കപ്പെട്ടവരാണ്. അതിന്റെ വിഷമവും പറഞ്ഞ് കൈയും കെട്ടി നോക്കിയിരുന്നാ പറ്റില്ല. നഷ്ടപ്പെട്ടതെല്ലാം അവരിൽ നിന്ന് തന്നെ തിരിച്ചു പിടിക്കണം. അതിനുള്ള പിടിവള്ളി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവർക്കിടയിൽ നിന്ന് തന്നെ എത്രയും പെട്ടെന്ന് അവന്റെ അടുത്തെത്തണം. അഷ്റഫ്, കമ്പനി ഷെയറിൽ 80% ഇപ്പോൾ നമ്മളുടെ കയ്യിലല്ലേ? അവനെ തല്ലിയിട്ട് കാര്യമില്ല. നീ കടല് കടക്കുന്നതിന് മുമ്പ് ഞങ്ങളെ ഇവിടെ എത്തിക്കാൻ ദൈവം കാണിച്ചു എന്ന നിമിത്തമാണ്. തനിക്കിപ്പോ എന്താ വേണ്ടത്? ഉള്ളത് മുഴുവൻ വിറ്റുപെറുക്കി നാട്ടുകാർ നിന്നെ ഏൽപ്പിച്ച കാശ് നീ തിരിച്ചു കൊടുക്കണം. അതല്പം ബുദ്ധിമുട്ടായിരിക്കും. നാട്ടുകാരുടെ ഈ വക്കാലത്തിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾക്ക് ഞാൻ എന്ത് തരണമെന്ന് പറയണം. അങ്ങനെ നിന്റെ പങ്ക് പറ്റി പിരിയാൻ വന്നവരല്ല ഞങ്ങൾ. ഇത് പാവപ്പെട്ടവന്റെ കണ്ണീരിന്റെ വിയർപ്പിന്റെ കാശ. അത് തിരിച്ചു തരാതെ നീ ഇവിടുന്ന് പോകില്ല. അപ്പോ പിന്നെ സർ, ആയിരക്കണക്കിന് പാവപ്പെട്ടവരെ ഇന്ന് പിരിച്ചെടുത്ത കാശുമായി മുങ്ങാൻ നോക്കിയനാ ഇവന് വെറുതെ വിടില്ല. ഞാൻ നിരപരാധിയാ, എന്നെ രക്ഷിക്കണം. ആരെ രക്ഷിക്കണം, ആരെ ശിക്ഷിക്കണമെന്ന് എനിക്കറിയാം. സാർ, അവനെ ഞങ്ങൾക്ക് വിട്ടുതരണം. നോ, ഇവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാലേ നാട്ടുകാരുടെ കാശ് തിരിച്ചു കിട്ടൂ. ഇവർക്കെതിരായ ക്രിമിനൽ കേസ് പ്രൊസീഡ് ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരുടെയും സഹായം പോലീസിന് ആവശ്യമാണ്. നടക്കണം. കിട്ടിയടോ, ബോഡി കിട്ടി. ബോഡിയോ? ഞെട്ടണ്ട, സാധനം ഇതിനകത്തുണ്ട്. കാഴ്ചയില്ലാത്തൊരു അന്ധനാണ് ഞാൻ. താൻ എന്താ അന്നെന്നോട് പറഞ്ഞത്? ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മോഷ്ടിക്കാൻ പൊക്കൂടെന്ന്. അതേടോ, ഞാൻ ഇപ്പൊ എന്റെ ഡ്യൂട്ടി ചെയ്തു. കുമാറിന്റെ ഡെഡ് ബോഡി ഞാൻ കൊണ്ടുവന്നു. എവിടെയായിരുന്നു ബോഡി? ലേശം കഷ്ടപ്പെടേണ്ടി വന്നു. കർണാടകയിൽ ആനഹനള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്. ബോഡി ഒറിജിനൽ തന്നെയാണല്ലോ. പിന്നല്ലാതെ, നല്ല ഒറിജിനൽ കുമാരൻ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എനിക്കൊന്നേ പറയാനുള്ളൂ, ആരും ഞെട്ടരുത് കുമാറിന്റെ ബോഡി കണ്ടിട്ട്. നമസ്കാരം സർ. നമസ്കാരം. ഒരു ബോഡി കൂടെ കൊണ്ടുപോകാനുണ്ട്. സൈമൺ സാർ, സൈമൺ സാർ. കഥ പറയുന്ന പ്രായം പോയി, തല തിരിയണ കാലം.